മടങ്ങി വരാം. ഇപ്പോൾ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സജിമോൻ ആന്റണി, ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രോപൊലീത്ത വിടവാങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുന്നത്? ഒപ്പം അദ്ദേഹത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു? തീർച്ചയായും ഇതൊരു തീരാത്ത നഷ്ടമാണ്. അമേരിക്കൻ മലയാളികളെ എല്ലാവരെയും റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് കണ്ടോളൻസും പ്രാർത്ഥനയും നേരുന്നു. അദ്ദേഹത്തിന്റെ സംഭാവന വളരെയധികം വലുതായിരുന്നു. ഇവിടെ ഡാലസിൽ എപ്പോഴും അമേരിക്കയിൽ പലതവണ വരാറുള്ള ആണ് അദ്ദേഹത്തിന്റെ ചർച്ചിന്റെ ആസ്ഥാനം ഡാലസിലുണ്ട്. എപ്പോ വന്നു കഴിഞ്ഞാലും ഒരു ഇവിടെ ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും മുഴുകിയിരുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അഗാധമായ ഒരു ബന്ധം അമേരിക്കൻ മലയാളികളുമായിട്ട് അദ്ദേഹത്തിന്റെ ചർച്ചിനും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഒരു നിര്യാണം വളരെ വ്യസനത്തോടു കൂടിയാണ് അമേരിക്കൻ മലയാളികൾ ഓരോരുത്തരും നോക്കിക്കാണുന്നത്. 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് വന്നപ്പം എല്ലാവരുടെയും പ്രതീക്ഷയും പ്രാർത്ഥനയും അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിച്ച് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഉണ്ടായ ശേഷം അതൊരു നല്ല പ്രഭാത സവാരിക്ക് പോകുന്ന സമയത്ത്, മോർണിംഗ് വാക്കിന് പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് വണ്ടി ഇടിക്കുകയായിരുന്നു. ആ വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എയർ ആംബുലൻസ് വന്ന് അദ്ദേഹത്തെ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എയർ ആംബുലൻസ് വരെ വിളിച്ച് എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിച്ച അടിയന്തരമായ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളൊക്കെ വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ഒരു അപ്ഡേറ്റ്. വളരെയധികം ദുഃഖത്തിലായിരുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പ്രത്യേകതയുള്ളത്, സാധാരണ എപ്പോ വിസിറ്റ് വന്നാലും അദ്ദേഹം ഈ ഒരു മോർണിംഗ് വാക്ക് ആ കോംപ്ലക്സ്, ചർച്ചിനൊരു കോംപ്ലക്സ് ഉണ്ട്, ആ ഒരു കോംപ്ലക്സിനകത്ത് തന്നെയായിരുന്നു എപ്പോഴും അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. ഇത്തവണ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം കോമ്പൗണ്ടിൽ കുറച്ചു സമയം നടന്നതിന് ശേഷം അതിനുശേഷം കോമ്പൗണ്ടിൽ വെളിയിലേക്ക് ഇറങ്ങി നടന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു ദാരുണമായ ഈ ഒരു ആക്സിഡന്റ് നടന്നത് എന്നോട് വളരെയധികം വിഷമമുണ്ട്. മരണം ആരെയും വെയിറ്റ് ചെയ്യത്തില്ല. അത് എപ്പോഴാണ് എങ്ങനെയാണോ വരുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. രണ്ടാമത്തേത്, എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അമേരിക്കയിലായ കാരണം നമുക്ക് സാധാരണയിൽ കൂടുതൽ കിട്ടുന്നതിനേക്കാൾ ഒരു വലിയൊരു കെയറും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും സമയമാണ് വളരെയധികം വിലപ്പെട്ടത്. സർജറി ചെയ്യാനും അല്ലെങ്കിൽ ക്ലോട്ട് അല്ലെങ്കിൽ ബ്ലഡ് റിമൂവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തരമായ മെഡിക്കൽ സഹായം കിട്ടാനുള്ള എല്ലാ കേസുകളും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മിനിറ്റുകൾക്കകം അപകടം നടന്ന് എയർ ആംബുലൻസ് വന്ന് അദ്ദേഹത്തെ ഇവിടെയുള്ള ഈ ഒരു ഹോസ്പിറ്റൽ, മെത്തഡിസ്റ്റ് ചർച്ച് ഡാലസിലുള്ള മെത്തഡിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഏരിയയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്, വലിയൊരു ശൃംഖലയാണ്. അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം ആ സർജറി കഴിഞ്ഞ് റിക്കവറിയായി മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇപ്പൊ പറയാനുള്ളത്. സജിമോൻ ആന്റണി, ശുശ്രൂഷ ചടങ്ങുകൾ അടക്കമുള്ളവയുടെ കാര്യത്തിൽ എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഇതുവരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് എനിക്ക് അറിവില്ല. എന്നാൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേൾക്കുന്നത് ഇതാണ്, മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ്. ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്ത് അവർ ലീഡേഴ്സ് കൂടിയിട്ട് അതിന്റെ അന്തിമകരമായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഏകദേശം ഏറെക്കുറെ തന്നെ അവർ ഒഫീഷ്യലി അറിയിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴായിരിക്കും അന്തിമ സംസ്കാരവും മറ്റു കാര്യങ്ങളും നടക്കുന്നതിനെ പറ്റിയുള്ള മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിലുകളും ടൈമുകളും ഇപ്പോൾ അവൈലബിൾ അല്ല. ശരി, വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. നിരാലംബർക്ക് സാന്ത്വനമേകി ആതുര സേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാൻ വിടവാങ്ങിയിരിക്കുന്നു.